സംസ്ഥാനത്ത് നദികളിൽ പ്രളയ മുന്നറിയിപ്പുണ്ട്. മീനച്ചിൽ, കോരപ്പുഴ, അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് നിലവിലുള്ളത്. 5 നദികളിൽ യെല്ലോ അലർട്ടുമുണ്ട്. മൂഴിയാർ, കലാർകുട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ എന്നീ ഡാമുകളിൽ റെഡ് അലർട്ടും നിലനിൽപ്പുണ്ട്. പക്ഷേ മുന്നറിയിപ്പില്ലാതെ ഡാമുകളൊന്നും തുറക്കില്ല എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് രാവിലെ അറിയിച്ചിരുന്നു. കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യം കൂടിയാണ് സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കണം. പ്രത്യേകിച്ച് നദീ തീരത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകാനും സാധ്യതയുണ്ട്. ശാലിനി കൂടുതൽ വിവരങ്ങൾ നൽകും. ശാലിനി, അനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. വടക്കൻ കേരളത്തിൽ തീവ്രമായ മഴ തുടരുന്ന സാഹചര്യം. ഒപ്പം തന്നെ 3 ജില്ലകൾക്ക് റെഡ് അലർട്ട് മുന്നറിയിപ്പ് തുടരുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. തെക്കൻ ജില്ലയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് മധ്യകേരളം വരെയുള്ള ജില്ലകൾക്ക് നൽകിയിട്ടുള്ളത്. ചില ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഒരു പ്രളയ സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ മണിക്കൂറിൽ അറിയിക്കുന്നത്. അതിൽ സംസ്ഥാനത്തെ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്, ഒപ്പം തന്നെ ചില അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നതായിട്ടുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. മീനച്ചിൽ, കോരപ്പുഴ, അച്ചൻകോവിൽ നദികളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ ജില്ലകളിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നുണ്ട്. വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. നദികളിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം, മറ്റ് കാര്യങ്ങൾക്കൊന്നും തന്നെ നദികളിൽ ഇറങ്ങരുത് എന്നുള്ള ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. ഒപ്പം തന്നെ മറ്റ് 5 നദികളിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നദികളിൽ ഇറങ്ങുന്നതിന് വിലക്ക് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയാണ്. കൂടാതെ തന്നെ മലങ്കര ഡാമിന്, ഇടുക്കിയിലെ മലങ്കര അണക്കെട്ടിന് ബ്ലൂ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. അതായത് ആദ്യഘട്ട അലർട്ട് എന്ന രീതിയിലാണ് ഈ ഒരു ബ്ലൂ അലർട്ട് നൽകിയിട്ടുള്ളത്. ജലനിരപ്പ് ഈ അണക്കെട്ടിൽ ഉയരുന്നുണ്ട്. സ്വാഭാവികമായും മലങ്കര അണക്കെട്ടിന് സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത തുടരണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുന്നു. മറ്റൊന്ന്, വാട്ടർ ലെവൽ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ചില ഡാമുകളിൽ, പ്രധാനപ്പെട്ട അണക്കെട്ടുകളിൽ, KSEB അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ചില അണക്കെട്ടുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ 4 അണക്കെട്ടുകൾക്കാണ് ഇപ്പോൾ റെഡ് അലർട്ട് മുന്നറിയിപ്പ്, അതായത് 2ാം ഘട്ട മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ടുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ പത്തനംതിട്ട ജില്ലയിലെ മൂഴിയാർ, ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി, ഇടുക്കി ജില്ലയിലെ തന്നെ ഇരട്ടയാറ്, ഇടുക്കി ജില്ലയിലെ തന്നെ ലോവർ പെരിയാർ എന്നീ അണക്കെട്ടുകൾക്ക് കൂടി റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇവിടെ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നുണ്ട് ഈ അണക്കെട്ടുകളിൽ. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ ഈ അണക്കെട്ടിൽ നിന്ന് ജലം ഒഴുക്കി വിടാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ടുകൾക്ക് സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഈ അണക്കെട്ടുകളോട് ചേർന്നുള്ള നദീതീരങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കൂടാതെ തന്നെ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒരു പുതിയ ന്യൂനമർദ്ദം രൂപം കൊള്ളുകയാണ്. ഇതിന്റെ ഭാഗമായി വരുന്ന 5 ദിവസം കൂടി സംസ്ഥാനത്ത് അതിശക്തമായ മഴ ലഭ്യമാകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ന് തന്നെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഈ ന്യൂനമർദ്ദം രൂപം കൊള്ളുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കൂടാതെ തന്നെ സംസ്ഥാനത്ത് മഴ ശക്തമാകും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്ക് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ട് മുന്നറിയിപ്പും തുടരുകയാണ്. എന്തായാലും 1 മണിയുടെ അലർട്ടിൽ കൂടുതൽ ജില്ലകൾക്ക് ഈ അലർട്ടുകൾ മാറാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്.